സഹോദരങ്ങളെ, ഇത് കഥ പറയല്ല. നമ്മുടെ മേലെല്ലാം വീണ ദൈവത്തിന്റെ വിളിക്കകത്ത് നമുക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, നമ്മെ കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത ദൈവത്തിന്റെ ആശയുണ്ട്. നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയാലുള്ള ആശ. നെക്സ്റ്റ്, ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഇതൊന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനിരുന്നാൽ ഒരു വർഷം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നടക്കത്തില്ല. വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. ഞാൻ ക്രിസ്തുവിന്റെ നീതിയിൽ വിശ്വസിക്കുന്നു. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തത് ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശു മാത്രമല്ല, അവനോടുകൂടെ ഞാൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളിൽ 80% ആൾക്കാർ യേശു ക്രൂശിൽ മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന നമുക്ക് ആ സത്യം അറിയാം. യേശു ക്രൂശിൽ മരിച്ചത്, യേശു ക്രൂശിൽ നിന്ന് എഴുന്നേറ്റത്, യേശു മരണത്തെ ജയിച്ചത്, യേശു ഉയർത്തെഴുന്നേറ്റത് അത്ഭുതകരമായി മാറണമെങ്കിൽ ക്രൂശിൽ യേശുവിനെ കണ്ടാ പോരാ, ക്രൂശിൽ യേശുവിന്റെ കൂടെ നീ നിന്നെ കാണണം. വരാൻ പോകുന്ന ആഴ്ച എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ ഒക്കെയാണ്. എല്ലാ ക്രിസ്ത്യാനിയും ക്രൂശിൽ യേശുവിനെ ഒരിക്കൽ കൂടെ കാണും. അവർ വീണ്ടും യേശു ക്രൂശിൽ മരിച്ചതോർത്ത് കരയും. അവർ വീണ്ടും യേശുവിനെ അടക്കും, വീണ്ടും യേശുവിനെ ഉയർപ്പിക്കും. പക്ഷെ വെളിപ്പാടിന്റെ ആത്മാവുള്ള സഭ യേശു ക്രൂശിൽ കിടക്കുന്നതല്ല കാണുന്നത്. എന്റെ പഴയ മനുഷ്യൻ എന്നിലില്ല, അത് എന്നേക്കുമായി ക്രൂശിൽ യേശുവിന്റെ കൂടെ പോയെന്നും, എന്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ മരിച്ചെന്നും, എന്റെ പുതിയ മനുഷ്യൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വീക്സിൽ നിങ്ങൾ പറയണം, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതിൽ അരവിന്ദ് മോഹൻ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. കാരണം യേശു ക്രൂശിൽ മരിച്ചത് എനിക്ക് കരയാനല്ല. യേശു ക്രൂശിൽ മരിച്ചപ്പോ കരഞ്ഞത് നരകമാണ്. യേശു ക്രൂശിൽ മരിച്ചപ്പോ സത്യത്തിൽ മരിച്ചത് മരണമാണ്. കർത്താവിനോട് പറഞ്ഞതാണ്, ഈ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഡെത്ത് ഡേ ഓഫ് ഡെത്ത് ആണ്, മരണത്തിന്റെ മരണ ദിവസം.